ഗാസയിൽ അധികാരം ഉപേക്ഷിക്കാനും ആയുധം താഴ്വെച്ച് കീഴടങ്ങാനും ഹമാസിനോട് ആഹ്വാനം ചെയ്ത് പലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മുഹമ്മദ് അബ്ബാസ്. ഇറാഖിലെ ബാഗ്ദാദിൽ നടന്ന അറബ് ലീഗ് ഉച്ചകോടിയിൽ നടത്തിയ പ്രസംഗത്തിലാണ് ഹമാസിന് അതിരൂക്ഷമായ ഭാഷയിൽ മുഹമ്മദ് അബ്ബാസ് അന്ത്യശാസനം നൽകിയത്. 2007 പാലസ്തീൻ അതോറിറ്റിയിൽ നിന്നാണ് ഗാസയുടെ അധികാരം ഹമാസ് ഭീകര നേതൃത്വം പിടിച്ചെടുക്കുന്നത്. അന്നു മുതൽ ഗാസയിലെ ഭരണസുരക്ഷാ ചുമതല നിർവഹിച്ചിരുന്നതും ഹമാസ് ഭീകര നേതൃത്വം തന്നെ. ഹമാസിനൊപ്പം പാലസ്തീൻ അതോറിറ്റിയിൽ ഡസൻ കണക്കിന് തീവ്രവാദ സംഘടനകളാണ് പ്രവർത്തിച്ചു വരുന്നത്. സ്വാതന്ത്ര്യ സമരമെന്നൊക്കെ പേരിട്ട് വിളിക്കുകയും കടുത്ത മത തീവ്രവാദത്തിനുമാണ് ഹമാസ് ഗാസയിൽ നേതൃത്വം നൽകി വന്നത്. വർഷങ്ങളായി ഇസ്രായേലിനെതിരെ ആസൂത്രിതമായി നിരവധി ആക്രമണങ്ങൾ ഹമാസ് ചെയ്തിരുന്നുവെങ്കിലും 2023 ഒക്ടോബർ 7 നടത്തിയ ഭീകരാക്രമണമാണ് ഗാസയുടെയും പശ്ചിമേഷ്യയുടെയും തന്നെ കഥ മാറ്റിയെഴുതിയത്. ഹമാസിന്റെ ഉന്മൂലനാശം ലക്ഷ്യമാക്കി ഇസ്രായേൽ തിരിച്ചടിക്കുകയും കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഗാസ ചാരക്കൂമ്പാരമായി തീരുകയും ചെയ്തു. ഹമാസ് കസ്റ്റഡിയിൽ ഇനിയും ഇസ്രായേൽ ബന്ദികൾ ഉള്ളതിനാൽ യുദ്ധം നീണ്ടുപോകുകയും ചെയ്യുന്നു. ഇതിനിടെ ഹമാസിനെതിരെ ഗാസയിൽ നിന്നും പലസ്തീനിൽ നിന്നും നിരവധി എതിർ ശബ്ദങ്ങൾ ഉയർന്നുവെങ്കിലും അതെല്ലാം ഹമാസ് ഭീകരർ അടിച്ചമർത്തി. ഇപ്പോൾ ബാഗ്ദാദിൽ നടന്ന അറബ് ലീഗ് ഉച്ചകോടിയിൽ പലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മുഹമ്മദ് അബ്ബാസും ഹമാസിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ്. ഗാസയിൽ അധികാരം ഉപേക്ഷിക്കാനും ഹമാസും മറ്റു ഭീകര സംഘടനകളും പലസ്തീൻ അതോറിറ്റിക്ക് ആയുധം കൈമാറി കീഴടങ്ങാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അദ്ദേഹം. ഹമാസും മറ്റു ഭീകര സംഘടനകളും ഒരു സ്വതന്ത്ര പാലസ്തീൻ രാഷ്ട്രം എന്ന പദ്ധതിയെ ദുർബലപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളാണ് ചെയ്തു വരുന്നതെന്നും മുഹമ്മദ് അബ്ബാസ് വ്യക്തമാക്കി. കൂടാതെ ഇസ്രായേൽ സൈനിക നടപടി തടയുന്നതിനും മേഖലയിൽ സമാധാനം കൊണ്ടുവരുന്നതിനും അറബ് രാജ്യങ്ങൾ ശ്രമിക്കുന്നതിനെ പാലസ്തീൻ അഭിനന്ദിക്കുന്നുവെന്നും പാലസ്തീൻ അതോറിറ്റി അതിന്റെ എല്ലാ സ്ഥാപനങ്ങളെയും ഉൾക്കൊള്ളുന്ന സമഗ്ര പരിഷ്കരണ പദ്ധതികളുമായി മുന്നോട്ടു പോകുമെന്നും പലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മുഹമ്മദ് അബ്ബാസ് വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്.